Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Okay. അയച്ചു നോക്കിയോ ഇന്നലത്തേക്ക്? ഇന്നലെ നമ്മൾ പഠിച്ചതൊക്കെ വായിച്ചു നോക്കിയാ? Yes, ma'am. യെസ്, വെരി ഗുഡ്. ഇവിടെ നമ്മൾ നിർത്തിയത് Laboratory reports complete, ma'am. ലബോറട്ടറി റിപ്പോർട്ട്സ് അതുവരെയാണ്. ലബോറട്ടറി, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പേഷ്യന്റ് ഹെൽത്ത് റെക്കോർഡ്സിനകത്ത് വരുന്ന അതിന്റെ കണ്ടന്റുകൾ എന്തൊക്കെയാണ്, പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡ്സിൽ ഉൾപ്പെടുത്തേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. ഐഡന്റിഫിക്കേഷൻ സ്ക്രീൻ, രജിസ്ട്രേഷൻ പോയിന്റിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ പറയാ പ്രോബ്ലം ലിസ്റ്റ്, നമ്മൾക്ക് നമ്മളുടെ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇൽനെസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, പിന്നെ മെഡിക്കേഷൻ റെക്കോർഡ്സ് നമുക്ക് തരുന്ന മരുന്നുകൾ, ഇൻക്ലൂഡിങ് അലർജിക് മെഡിസിൻസ് കൂടി ഉൾപ്പെടുന്ന ലിസ്റ്റ് അല്ലെ. അതൊക്കെ അങ്ങനെ ഓരോ കുഞ്ഞു വേർഡ് കണക്ട് ചെയ്ത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. പിന്നെ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കല്, അതായത് നമ്മളുടെ ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ ഇൽനെസ് സംബന്ധമായിട്ടുള്ള ഹിസ്റ്ററിയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട് അതൊക്കെയൊന്നുമല്ല. ഫാമിലീസിൽ നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൽനെസ്സുമായിട്ട് അവിടെ വരെ എടുക്കും, അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച പോയിന്റ് മാത്രമേ പറയുള്ളൂ, പോയിന്റിന്റെ ഹെഡ്. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന പല രോഗങ്ങളും നേരത്തെ ഉണ്ടായിരുന്നത് ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതൊക്കെ ഡാറ്റയായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ കണ്ടന്റുകളാണ് നമ്മുടെ പേഴ്സണൽ ഹെൽത്ത്, പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കണ്ടന്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടത്തുന്നു, നമ്മുടെ പരിശോധന, അത് ടെസ്റ്റിലൂടെയും അല്ലാതെയും ഒക്കെയുള്ള പരിശോധനകളൊക്കെ നടത്തി അവരുടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം എക്സാമിനേഷൻസ് ഒക്കെ നടത്തുക. അതിൽ കണ്ടെത്തിയ ഫൈൻഡിങ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സിന്റെ ബേസിസിലാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഫിസിക്കൽ ആൻഡ് ഓൾസോ ഹിസ്റ്ററി നോക്കിയിട്ടാണ്, ആ ഒരു ഇതിന്റെ അസസ്മെന്റിലാണ് ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുക. ഇതിന് ശേഷം ഇതെല്ലാം പ്രോഗ്രസ് നോട്ട്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡോക്ടേഴ്സ്, നഴ്സസ് ആണെങ്കിൽ അവര്, തെറാപ്പിസ്റ്റ്, ആരാണോ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് അവരെല്ലാവരും അവരവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ, അവർക്ക് ഓരോരുത്തർക്കും അവരവർ എഴുതുന്ന നോട്ട്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ എഴുതിയ നോട്ട് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാൻ ഇത് കണ്ടെത്തിയിട്ടാണ് ആ പേഷ്യന്റിന്റെ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ എഴുതി അവർ പറഞ്ഞിട്ട് എഴുതി, അത് അങ്ങനെയില്ല. എന്റെ പ്രോഗ്രസ് നോട്ട് അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതിനകത്ത് എഴുതിയിരിക്കുന്ന നമ്മൾ കൊടുത്ത കാര്യങ്ങള്, രോഗിയെ നമ്മൾ എങ്ങനെ നോക്കി, എന്ത് പ്രൊവിഷൻസ് ആൾക്ക് കൊടുത്തു, നമ്മളുടെ ഒബ്സർവേഷൻസിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ കണ്ടെത്തി, നമ്മൾ എന്ത് പ്ലാൻ ആളുടെ ശരീരത്തിൽ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം പ്രോഗ്രസ് നോട്ട്സ് ആക്കി വരും. യൂഷ്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം, ഓരോ ആളുകൾക്കും, ഓരോ ഹെൽത്ത് പ്രൊവൈഡേഴ്സിനും ദേ ഹാവ് ദെയർ ഓൺ ഫോണ്ട് ഫോർ ക്രിയേറ്റിംഗ് പ്രോഗ്രസ് നോട്ട്സ്. പ്രോഗ്രസ് നോട്ട്സ് ഫോം ചെയ്യുന്നത് ഒരു പ്രത്യേക ഫോണ്ട് വഴിയാണ്. അത് എല്ലാവർക്കും അവരവരുടേതായ ഫോണ്ടിൽ അത് എഴുതി വെക്കാം. പക്ഷെ യൂഷ്വലി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോമൺലി യൂസ്ഡ് ഒരു ഫോർമാറ്റ് ഉണ്ട് പ്രോഗ്രസ് നോട്ടിന്. അത് SOAP ഫോർമാറ്റ് ആണ്. SOAP. S ഫോർ സബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്, O ഫോർ ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ്, A ഫോർ അസസ്മെന്റ് ആൻഡ് ദ ലാസ്റ്റ് P ഫോർ പ്ലാൻ. ഇതൊക്കെ. പിന്നെ കൺസൾട്ടേഷൻ, നമ്മൾ ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അതിന്റെ റിപ്പോർട്ടുകളാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ വരിക. ഫിസിഷ്യൻസിന്റെ ഓർഡർ എന്ന് പറയുമ്പോൾ ഫിസിഷ്യൻസ് ഹു പ്രൊവൈഡ്സ് ഡിറക്ഷൻസ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രിസ്ക്രിപ്ഷൻസ്, അദ്ദേഹം കൊടുക്കുന്ന വെർബലായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ റിട്ടൺ ആയിട്ടോ എഴുതി കൊടുക്കുന്ന ചില ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, ഡിറക്ഷൻസ് ഉണ്ടാവും. അത് ആ മറ്റ് ഹെൽത്ത് കെയർ മെമ്പേഴ്സിനോടാണ്
ഇതിപ്പോ ലാബിലാണെങ്കിൽ അവരോട്, നഴ്സിനോടാണെങ്കിൽ അവരോട്, ഫാർമസിയിലാണെങ്കിൽ അവരോടൊക്കെ കൊടുക്കുന്ന ചില ഡിറക്ഷൻസ് അല്ലെങ്കിൽ ചില പ്രിസ്ക്രിപ്ഷൻസ് അതൊക്കെ ഫിസിഷ്യൻസ് അങ്ങനെ കൊടുക്കും. അതിനെയാണ് ഫിസിഷ്യൻസിന്റെ ഓർഡർ എന്ന് വിളിക്കുക. പിന്നെ ഇമേജിംഗ് റിപ്പോർട്ടുകൾ, എക്സ്റേയുടെയും അതുപോലെ തന്നെ ലാബ് റിപ്പോർട്ട്സും നമ്മൾ പറഞ്ഞു അല്ലെ. ലാബ് റിപ്പോർട്ട്സിന്റെ ബേസിസിൽ അപ്പൊ ലാബില് ഉള്ള ആളുകൾ ആണ് റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിങ്. അവരായിരിക്കും അതിന്റെ എന്താ പറയാ ഡോക്യുമെന്റുകൾ തയ്യാറാക്കുമ്പോൾ അവർക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. കാരണം ഫിസിഷ്യൻസ് മേക്ക് ദർ പ്ലാൻസ് ഫോർ ട്രീറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ദ ലാബ് റിസൾട്ട്സ്. ലാബിന്റെ റിസൾട്ട് കൂടി നോക്കിയിട്ടാണ്, അതിന്റെ ബേസിസിൽ കൂടിയാണ് ഫിസിഷ്യൻസ് അവരുടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ലാബിലെ ടെസ്റ്റുകളോ ഡോക്യുമെന്റേഷൻസോ എന്താവണം, കൃത്യമായിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം. ഫോൾസ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് ഒക്കെ അത് വിൽ ലീഡ് ടു എന്ത് ചെയ്യും, വലിയ വലിയ ഡിസാസ്റ്റർ, വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് അതില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാണ്. പിന്നെ കൺസെന്റ് ഫോംസ്, ഓതറൈസേഷൻ, അതായത് സമ്മതപത്രങ്ങളാണ്. അതും ഹെൽത്ത് റെക്കോർഡുകളുടെ ഭാഗം തന്നെയാണ്. ഏത് രീതിയിലുള്ള സമ്മതവും പേഷ്യൻസിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. സർജറിക്ക് വേണ്ടിയതാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഫർദർ ട്രീറ്റ്മെന്റിന് വേണമെങ്കിൽ അത്, അല്ല ഇതെല്ലാം ഒന്നിൽ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സോ ആരാണോ അവരുടെ കയ്യിൽ നിന്ന് ഒരു സിഗ്നേച്ചറോട് കൂടിയ കൺസെന്റ് തന്നെയാണ് വാങ്ങിക്കേണ്ടത്. ഇനി അവരുടെ ഇൻഫോർമേഷൻ മറ്റൊരാൾക്ക്, മറ്റ് ഹോസ്പിറ്റൽസിലേക്കോ മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിലും റിലീസ് ചെയ്യണമെങ്കിലും എന്ന് വെച്ചാൽ വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കണമെങ്കിൽ അതിന്റെയും കൺസെന്റ് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണം. ഇതിനൊക്കെ ഒരു ഫോം ഉണ്ട്, ഓതറൈസേഷൻ ഫോം ഉണ്ടായിരിക്കും. ആ ഫോം പ്രകാരം തന്നെ ചെയ്യാം. ഓക്കെ, അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. സോ നൗ ലെറ്റ്സ് റീഡ് നെക്സ്റ്റ് വൺ. പാത്തോളജി റിപ്പോർട്ടാണ്. പാത്തോളജി എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലെ. പാത്തോളജി എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ടിഷ്യൂസ്, കലകളൊക്കെ എടുത്തിട്ട് അത് സർജിക്കൽ പ്രൊസീജിയേഴ്സിലൊക്കെ വിധേയമാക്കി അതിന്റെയൊക്കെ റിസൾട്ടിന്റെ ബേസിസിലൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ. പഠനമൊക്കെ നടത്തിയിട്ടായിരിക്കും, അതെ, റിസർച്ച് ഓർ സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ടായിരിക്കും അതിന്റെ എന്താ പറയാ further treatment-ലേക്ക് പോകുക. So pathology reports are the reports which describes the tissue removed during some surgery. സർജറിയിലൂടെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ടിഷ്യൂ ഒക്കെ പുറത്തേക്ക് സർജറി ചെയ്തെടുത്തിട്ട് ആൻഡ് ഓൾസോ ഡയഗ്നോസിസ് ആർ ബേസ്ഡ് ഓൺ, അതിനനുസരിച്ച് പഠനങ്ങൾ നടത്തി എക്സാമിനേഷൻസ് നടത്തി അക്കോർഡിംഗ് ടു ദാറ്റ് ടിഷ്യൂ, ആ ടിഷ്യൂ നോക്കി പഠനങ്ങൾ നടത്തി എക്സാമിൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുവരിക. അപ്പൊ അത് ആ റിപ്പോർട്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പാത്തോളജി റിപ്പോർട്ട്. അപ്പൊ പാത്തോളജി റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഈസ് വെസ്റ്റഡ് അപ്പോൺ ദ പാത്തോളജിസ്റ്റ്. അതാരുടെ ആരിൽ നിക്ഷിപ്തമാണ് ആ ഒരു പാത്തോളജി ഡോക്യുമെന്റുകൾ തയ്യാറാക്കാൻ? ആരാ? പാത്തോളജിസ്റ്റ് ആണ്. ആ രണ്ട് സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ അല്ലേ? അല്ലെ? പാത്തോളജി റിപ്പോർട്ട് ഡിസ്ക്രൈബ്, അതെ, ടിഷ്യൂ റിമൂവ്ഡ് ഡ്യൂറിങ് സർജിക്കൽ പ്രൊസീജിയർ ആൻഡ് ഡയഗ്നോസിസ് ബേസ്ഡ് ഓൺ എക്സാമിനേഷൻ ഓഫ് ദാറ്റ് ടിഷ്യൂ. ആ ടിഷ്യൂ എടുത്ത് സർജറിയിലൂടെ പുറത്തെടുത്ത് അത് പരിശോധിച്ച് ആ ടിഷ്യൂവിന്റെ സ്വഭാവം രീതികളൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമുക്ക് ട്രീറ്റ്മെന്റ് തരാം. അപ്പൊ അതിന്റെ ഒരു റിപ്പോർട്ട്, അതിനെയാണ് പാത്തോളജി റിപ്പോർട്ട് എന്ന് വിളിക്കാം. പാത്തോളജിസ്റ്റ് ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്. എന്തിന്? പാത്തോളജി റിപ്പോർട്ട് തയ്യാറാക്കാൻ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? അപ്പൊ അടുത്തെന്താ? സിമ്പിൾ ആണ്, ഓപ്പറേറ്റീവ് റിപ്പോർട്ട്. ആദ്യത്തിൽ ആ രണ്ട് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്തേക്കണേ. പാത്തോളജി റിപ്പോർട്ട് മൊത്തം അണ്ടർലൈൻ ചെയ്യണേ. ചെയ്തിട്ടില്ലേ? യെസ്. അപ്പൊ അടുത്തത് ഓപ്പറേറ്റീവ് റിപ്പോർട്ടാണ്. ഓപ്പറേറ്റീവ് റിപ്പോർട്ട് ആ വേർഡിൽ നിന്ന് തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ദ റിപ്പോർട്ട് ഇൻ വിച്ച് സർജറീസ് ഹാവ് പെർഫോംഡ്, അല്ലെ? ചെയ്തിരിക്കുന്ന സർജറിയുടെ ബേസിസിൽ ഉണ്ടാകുന്ന അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്. സർജറി നടത്തി അപ്പൊ അതിന്റെ എന്താണ് കണ്ടെത്തിയ മറ്റുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു റിപ്പോർട്ടാണ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് വേണം? സർജറിയുടെ റിപ്പോർട്ടിനോടൊപ്പം തന്നെ ഇറ്റ് ഷുഡ് ഓൾസോ മെൻഷൻ ദ നെയിം ഓഫ് ദ സർജൻ ആൻഡ് ഓൾസോ ദ അസിസ്റ്റൻസ് ഹു ഹെൽപ്ഡ് ഹിം, അല്ലെ? സർജൻ ആരാണ്? സർജറി നടത്തിയ ആളുടെ പേരാണ് സർജൻ, അല്ലെ? സർജന്റെ പേര് വേണം. ആളെ ഹെൽപ്പ് ചെയ്ത ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സോ നഴ്സസോ ദോസ് ഹു ഹെൽപ്പ് ദി സർജൻ, ആ സർജനെ സഹായിച്ച ആൾക്കാരുടെ പേരുകൾ വേണം. കാരണം പല പല കാര്യങ്ങളും ഇഷ്യൂസും ഒക്കെ ഇത് എന്താ പറയാ സർജറി രൂപത്തിലാണ് വരിക, അല്ലെ? സർജറിക്ക് ആഫ്റ്റർ സർജറി കുറെ ഇഷ്യൂസ് ഒക്കെ ചില ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇപ്പൊ അതൊക്കെ കുറച്ചൊരു കോമൺ ആയിട്ട് പല ഹോസ്പിറ്റൽസിലും നമ്മൾ കേൾക്കുന്ന ചില കംപ്ലൈന്റുകളാണ്. അപ്പൊ അതിന്റെ ഒപ്പം നിന്നിരുന്ന ആള് കൂടി നമുക്ക് അവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളൊക്കെ നമുക്ക് എവിഡൻസ് ആയിട്ടൊക്കെ സൂക്ഷിക്കാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്താ ഭയങ്കര ലീഗൽ ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റിക്ക് ഉപയോഗിക്കേണ്ട ചില റിപ്പോർട്ട്സ് ആയിട്ടൊക്കെ
മാറാനുള്ളത് കൂടിയാ. അതുകൊണ്ട് സർജന്റെ പേരും അസിസ്റ്റൻസിന്റെ പേരും വേണം. സർജൻ ആണ്, അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും സർജൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിംഗ് ദ ഇൻഫർമേഷൻ ഫൗണ്ട് ഇൻ ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളുടെയും കണ്ടെത്തലുകളൊക്കെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് തയ്യാറാക്കേണ്ടത് ആരാ? സർജൻ ആണ്, അസിസ്റ്റൻസ് അല്ല. ഓക്കെ, ആ രണ്ട് സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്. വായിച്ചു നോക്കുക, അണ്ടർലൈൻ ചെയ്യാം. വായിച്ചൊന്ന് നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ എന്താ? ഡിസ്ചാർജ് സമ്മറി. അപ്പൊ എന്തായിരിക്കും ഡിസ്ചാർജ് സമ്മറി? അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഡിസ്ചാർജ് സമ്മറി അല്ലെ. അഡ്മിറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? പിന്നെ എപ്പോഴെങ്കിലും ഡിസ്ചാർജ് ചെയ്യണം. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമുക്കറിയാം ഫോർ അക്യൂട്ട് കെയർ, ഇപ്പൊ കുറച്ച് കൂടുതൽ നല്ല കെയർ വേണം എന്നുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അത്തരം അക്യൂട്ട് കെയർ പേഷ്യൻസിന്റെ റെക്കോർഡ് ഓൾസോ കണ്ടെയ്ൻ സം ഡിസ്ചാർജ് സമ്മറി. അങ്ങനെ കിടത്തി അക്യൂട്ട് കെയർ ഒക്കെ കൊടുത്ത് കഴിയുന്ന പേഷ്യൻസിന് തീർച്ചയായിട്ടും അവർക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു സമ്മറി ഉണ്ട്. എന്ന് വെച്ചാൽ എന്ത് അസുഖത്തിനാണ്. സമ്മറി എന്ന് പറയുന്നത് എന്താ? സമ്മറി എന്ന് പറയുന്നത് എന്താ? അഡ്മിഷൻ മുതല് ആ പോകുന്നത് വരെയുള്ള അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഷോർട്ട് ആയിട്ടൊക്കെ എഴുതി വെച്ചിരുന്നു അല്ലെ. അതന്നെ ഓൾ അബൌട്ട് ദ പേഷ്യന്റ്. പേഷ്യന്റ് വന്നത് ഏത് കണ്ടീഷനിലാണ്, എന്ത് രോഗവുമായിട്ടാണ് വന്നേ, എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ നടത്തി, സർജറീസ് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്തൊക്കെ കൊടുത്തോ, ഓൾ അബൌട്ട് അതൊക്കെ ഒരു ഷോർട്ട് ആയിട്ട് ഒരു സമ്മറി പോലെ എഴുതി വെക്കുന്നതാണ്. അങ്ങനെ അക്യൂട്ട് കെയർ കൊടുത്ത പേഷ്യൻസിനാണ് അങ്ങനെ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് സമ്മറി ഓൾസോ ഇൻക്ലൂഡ് ദ ഹോസ്പിറ്റൽ സ്റ്റേ. ആ ഹോസ്പിറ്റലിൽ അദ്ദേഹം താമസിച്ച, പേഷ്യന്റ് താമസിച്ച കാര്യങ്ങള് ഫുൾ ഉണ്ടായിരുന്നു. റീസൺ ഫോർ അഡ്മിഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. റീസൺ ഫോർ അഡ്മിഷൻ, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോ ഇയാളില് എന്തൊക്കെ കണ്ടെത്തലുകൾ നടത്തി, പ്രൊസീജിയേഴ്സ് എന്തെങ്കിലുമൊക്കെ, എന്ത് പ്രൊസീജിയറാ, എന്തെങ്കിലും ടെസ്റ്റിങ്ങുകളും അതുപോലെ തന്നെ ഓപ്പറേഷൻസോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഇയാൾ നടത്തിയതോ അത്, പിന്നെ എന്തെങ്കിലും തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, ഹൗ ഹി റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റിനോട് ഇയാൾ എങ്ങനെ പ്രതികരിച്ചു, പിന്നെ കണ്ടീഷൻ അറ്റ് ദ സ്റ്റേജ് ഓഫ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആളുടെ സിറ്റുവേഷൻ കണ്ടീഷൻ എന്താണ്, പിന്നെ അദ്ദേഹത്തിന്റെ മെഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, അദ്ദേഹത്തിന്റെ ഡയറ്റ്, പിന്നെ എന്താ പറയാ അദ്ദേഹത്തിന് വീണ്ടും ഫോളോ ചെയ്യേണ്ട, വീട്ടിൽ പോയിട്ടായാലും അഡ്മിഷൻ ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഓടിച്ചാർജ് ചെയ്യാനല്ല, ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ദിവസമൊക്കെ കണ്ടിന്യൂ ചെയ്യണം. അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് അങ്ങനെയാണ്, കുറച്ച് അധികം അസുഖമുള്ളത് കൊണ്ടാണല്ലോ അവരെ അഡ്മിറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ അവരതിൽ നിന്ന് റിക്കവർ ആണെങ്കിലും ചിലപ്പോ 100% റിക്കവർ ആയിട്ടുണ്ടാവില്ല. യു ഷുഡ് ഫോളോ സച്ച് ഇൻസ്ട്രക്ഷൻസ് വിച്ച് ഇസ് ഗിവൺ ബൈ ദ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് കൊടുക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് വീട്ടിൽ പോയിട്ടും നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന ഡിസ്ചാർജ് സമ്മറിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആരാണോ അറ്റൻഡിങ് ഫിസിഷ്യൻ, ആ ഒരു രോഗിയെ അറ്റൻഡ് ചെയ്തത്, ആളെ അഡ്മിറ്റ് ചെയ്തതും അദ്ദേഹത്തെ പിന്നെ എല്ലാ ദിവസവും പോയിട്ട് റൗണ്ട്സിനൊക്കെ പോയി ചെക്ക് ചെയ്തതും അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ഫിസിഷ്യൻ തന്നെയാണ് റെസ്പോൺസിബിൾ ഫോർ ഡോക്യുമെന്റിംഗ് ദ ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയുടെ ഫുൾ ഉത്തരവാദിത്തം ആ അറ്റൻഡിങ് ഡോക്ടർക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ കൺക്ലൂഷൻ വരെയുള്ളത്, ആള് പോകുന്നിടം വരെയുള്ള കൺക്ലൂഷൻ വരെയുള്ള ആ ഒരു സ്റ്റേജസിലുള്ള കാര്യങ്ങൾ ഓൾ ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ ഡിസ്ചാർജ് സമ്മറി. അതെല്ലാം ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഡിസ്ചാർജ് സമ്മറി ഒന്ന് വായിച്ചു നോക്കുക. ആ 3 സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. 3 സെന്റൻസും. ഓക്കെ അല്ലേ? യെസ്. ദെൻ അടുത്ത റിപ്പോർട്ട് ക്ലെയിംസ് കണ്ടന്റ് ആണ്. ക്ലെയിംസ്, അതായത് ഇനി മറ്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ക്ലെയിമുകളാണ്. അതായത് നമ്മളുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഓൾസോ ടു ബി പെയ്ഡ് ഫോർ ദെയർ ഹെൽത്ത് കെയർ ദേ മേക്ക് ഫോർ ദ പേഷ്യൻസ്. അതായത് അവർ കൊടുക്കുന്ന ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് എന്ത് കൊടുക്കണം?
പേയ്മെന്റ് കൊടുക്കണം. അത് പേയ്മെന്റ് ചിലപ്പോൾ പേഷ്യൻസ് നേരിട്ട് കൊടുക്കുന്നതായിരിക്കാം, ഓർ മേ ബി ഫ്രം ദ ക്ലെയിംസ് ഫ്രം ഇൻഷുറൻസ് കമ്പനീസ് കിട്ടുന്ന ക്ലെയിമുകളായിരിക്കും. അത് അക്കൗണ്ടിങ് ബില്ലിംഗ് സെക്ഷൻ ആണ് ശരിക്കും. അത് അത്തരം ഹെൽത്ത് കെയർ കാര്യങ്ങൾ റെക്കോർഡുകളായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ബില്ലിംഗ് അക്കൗണ്ടിങ് സെക്ഷൻകാരാണ്. ബില്ലിങ്ങും അക്കൗണ്ടിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ക്ലെയിമുകളുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റുകൾ തയ്യാറാക്കേണ്ടത്. ക്ലിയർ ആയോ? അത് കഴിഞ്ഞിട്ട് 2-3 ഫോർമാറ്റുകൾ കൊടുത്തിട്ട് സ്പെസിമെൻസ് കൊടുത്തിട്ട് അത് അവിടെ കിടക്കട്ടെ. അത് അവിടെ എന്റെ ഡേറ്റ് ചെയ്ത് വന്നതാണ്. അതിനുശേഷം നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്ത് ഇപ്പുറത്തെ പേജിലാണ് കേട്ടോ മക്കളെ. നമുക്ക് നോക്കിയേ, ദ ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഫോർ, അവിടെ നിന്നാണ് തുടങ്ങണേ. അതായത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ, ആ ക്ലെയിംസ് എന്ന് പറയുന്നതിന്റെ കണ്ടിന്യൂഷൻ ഇവിടെയാ കിടക്കുന്നത്. ആ ഒരു 2-3 ഫോർമാറ്റുകൾ സ്പെസിമെൻസ് അവിടെ കാണിച്ചിട്ട് അത് നമ്മൾ ഈ ഒരു പോയിന്റ് കൂടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ആ ഒരു സ്പെസിമെൻസ് വരണ്ടായിരുന്നേ. മനസ്സിലായോ? നമ്മൾ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഹെൽത്ത് റെക്കോർഡിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ ഹെൽത്ത് റെക്കോർഡുകളുടെ ഒക്കെ ചില രൂപം, അതായത് സ്പെസിഫിക് ഒരു ഫോർമാറ്റുകളാണ് അവിടെ കൊടുത്തേക്കണേ. ശരിക്കും ഈ പോയിന്റ് കൂടി കഴിഞ്ഞിട്ട് വരേണ്ടതായിരുന്നു. ഇടയ്ക്ക് പോയി സാറിന് ഇടയിൽ കിടന്നാൽ മതിയല്ലോ, നമുക്ക് ആ കാര്യം അറിഞ്ഞാൽ മതി. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റ്? അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് ക്ലെയിംസ്. അതുപോലെ തന്നെ ക്ലെയിമുമായി ബന്ധപ്പെട്ടത്, ബില്ലിങ്ങുമായി ബന്ധപ്പെട്ടത്, കവറേജ്, ഇൻഷുറൻസ് കവറേജ്, അതുപോലെ തന്നെ തേർഡ് പാർട്ടി ക്ലെയിം ആണെങ്കിൽ അത്, അങ്ങനെയൊക്കെ മെഡിക്കെയർ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, അതൊക്കെ തരം ഇൻഷുറൻസ് തന്നെയാണ്. ഇത്തരം പദ്ധതികളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. അതിന്റെ ബിൽ പേയ്മെന്റിന്റെ പ്രോസസ്സിംഗ്സും അത് കിട്ടുന്നത് പൈസയായിട്ട് കിട്ടുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ്. ദ സെന്റേഴ്സ് ഫോർ മെഡിസിൻ ആൻഡ് മെഡിക്കേഡ് സർവീസസ്, അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇതിനു വേണ്ടിയിട്ട് ഇലക്ട്രോണിക്കലി ഉണ്ടാക്കിയ, അതായത് ഈ പറയുന്ന ബില്ലൊക്കെ കറക്റ്റ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരണമെന്നുണ്ടെങ്കിലേ ഇലക്ട്രോണിക്കലി എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് അതിന് അത്തരം കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം, അത് എവിടേക്കാണോ, ഇത് കമ്പനിക്കാണോ ഫോർവേഡ് ചെയ്യേണ്ടത്, അത് മെയിൽ വഴിയോ മറ്റൊക്കെ അവർക്ക് അവരുടെ കളക്ഷൻ ഓഫ് പേയ്മെന്റിന്റെ കളക്ഷന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഫോർവേഡ് ചെയ്യാം. അതൊരു പ്രത്യേക ഫോർമാറ്റിൽ തന്നെയായിരിക്കും. ആ ഫോർമാറ്റ് അവർക്ക് അറിയാം, അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ് സെക്ഷൻകാർക്കൊക്കെ. അപ്പൊ ഈ ഇത് എന്താ പറയാ, അത് ഇറ്റ് ഈസ് നെസസറി, മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ, നെസസറി ആണ് ഇത്തരം ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുമ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമില്, സ്റ്റാൻഡേർഡൈസ്ഡ് ക്ലെയിംസ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും നമുക്ക് പ്രൂഫായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രോഗിക്ക്, അപ്പൊ ഇതിന്റെ മരുന്നിന്റെ ഇത്ര പേയ്മെന്റ്, അങ്ങനെ ആ ബില്ലാണ് ഇതിന്റെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പൊ ബില്ല് അക്കമ്പനി ചെയ്യുന്ന, അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റുകളും ഒക്കെ വേണം എന്ത് ചെയ്യാനായിട്ട്, ഇൻഷുറൻസ് കമ്പനിക്കൊക്കെ കൊടുക്കാനായിട്ട്. എന്നാലാണ് അവർക്ക് ബിൽ പേയ്മെന്റുകളൊക്കെ കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊരു സ്റ്റാൻഡേർഡ് ഫോമില് അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ക്ലെയിം കണ്ടന്റുകളെല്ലാം റെക്കോർഡ് ചെയ്യാനും ഡോക്യുമെന്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഈസ് വെസ്റ്റഡ് അപ്പോൺ ദ അക്കൗണ്ടിങ് ഓർ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്. അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ് അത് എന്താ പറയാ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടുള്ള കാര്യം അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ സെന്റൻസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ്. അവിടെ തെറ്റല്ല, ഒരു സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഞാൻ പറയുന്നിടത്ത് നിർത്തണേ. ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ കെയർ ദേ പ്രൊവൈഡ്. അവിടെ നിർത്താമോ? ഹെൽത്ത് കെയർ ദേ പ്രൊവൈഡ് എന്നുള്ളൂ, പ്രൊവൈഡേഴ്സ് എന്നില്ല, പ്രൊവൈഡ് എന്നെഴുതി 6 എസും വെട്ടിക്കളയാ. അത് കഴിഞ്ഞിട്ടുള്ളതും വെട്ടിക്കളയാ. അത് എനിക്ക് ഒന്ന് കൂടി ചേർത്ത് വന്നപ്പോ ടൈപ്പിങ്ങിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. എവിടെയാണ് നിർത്തേണ്ടത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആൻഡ് പ്രൊവൈഡേഴ്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ കെയർ ദേ പ്രൊവൈഡ്. അവർ കൊടുക്കുന്ന കെയറിന് അവർക്ക് തീർച്ചയായിട്ടും ചെയ്യണം, പൈസ കൊടുക്കണം. അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിൽ ജോലി ചെയ്യുന്ന അവർക്ക് മനസ്സിലായല്ലോ. ആ പൈസയുടെ കണക്കൊക്കെ കൈകാര്യം ചെയ്യുന്നത് അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്ത സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ജനറലിക്ക് അവിടെ ഒരു ക്യാപിറ്റൽ ലെറ്ററിന്റെ ആവശ്യമില്ല, സ്മോൾ ലെറ്റർ മതി. കോമ ഇട്ടിട്ട് ജനറലി ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് അക്കൗണ്ടിങ് ഓർ ബില്ലിംഗ് ആ സെഷനിലാണ്. അവിടെയാണ് നമ്മൾ ഇതിന്റെ എമൗണ്ട് ഒക്കെ അടയ്ക്കേണ്ടത്. മിസ്സേ ഒന്നുകൂടി പറയോ, കട്ടായി പോയി. Health care organizations and providers must be paid for the care they provide. അത് മതി. പ്രൊവൈഡേഴ്സ് എന്നില്ല, പ്രൊവൈഡ് എന്നെഴുതി അവിടെ ഒരു കോമ ഇട്ടാൽ മതി. മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ കെയർ ദേ പ്രൊവൈഡ് എന്ന് വീണ്ടും വന്നേക്കാണ് അവിടെ.
അത് വേണ്ട, മനസ്സിലായ? മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ കെയർ ദേ പ്രൊവൈഡ് എന്ന് ആക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കാണിക്കാം. അത് വേണ്ട കേട്ടോ, ഇത്രയും പ്രൊവൈഡ് വേണം, ഈ വേണം. ഇത്രയും വേണ്ട. പ്രൊവൈഡ് എന്നുണ്ട്, ഈ ഉണ്ട്, ഈയും കൂടി ഉണ്ട്. അവിടെ വരെ മതിന്ന് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ. അതിന്റെ ബാക്കിയുള്ള സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് സ്ട്രൈക്ക് ചെയ്തേക്ക്, അത് വേണ്ട, ആവശ്യമില്ല. പിന്നെ ഇതിന്റെ താഴെ ഇതിന്റെ ബാക്കി ഭാഗം ഇവിടെയാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഡിപ്പാർട്ട്മെന്റ് എന്തിനൊക്കെ റെസ്പോൺസിബിൾ ആണ്? ഫോർ പ്രോസസിംഗ് ക്ലെയിംസ് ആൻഡ് ആക്ടിവിറ്റി ദാറ്റ് ഇൻക്ലൂഡ്സ് വെരിഫൈങ് ഇൻഷുറൻസ് കവറേജ്, ബിൽഡിംഗ്, തേർഡ് പാർട്ടി പേയേഴ്സ്, പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസിന്റെ ഒക്കെ പ്രോസസിംഗ് പേയ്മെന്റ്സ് ആസ് ദേ റിസീവ്ഡ്, അവിടെ വരെ. ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ. ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അവിടെ ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം ഏത് ഡിപ്പാർട്ട്മെന്റ്? അക്കൗണ്ടിങ് ആൻഡ് ബില്ലിംഗ് ഡിപ്പാർട്ട്മെന്റ്. അത് പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ചേർത്ത് വായിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ, അത്രയും മാത്രമേ ഉള്ളൂ, രണ്ടെണ്ണം. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞു ഇവിടെ കുറച്ച് സ്പെസിമെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് എന്താ പറയാ, ഈ സ്പെസിമെൻ ഇങ്ങനെ തന്നെ സാമ്പിൾ ഓഫ് EHR ഇൻഫോർമേഷൻ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് സ്ക്രീനിൽ തെളിഞ്ഞ് കിട്ടും. എന്താ പറയാ, ഗൂഗിൾ സെർച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും. എന്ന് വെച്ചാൽ ഒരു ഈ ഇലക്ട്രോണിക് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു സ്ക്രീൻ ഒരു ഇതാണ് കാണിച്ചേക്കണേ. എന്ന് വെച്ചാൽ അതിനകത്ത് ആളുടെ പേര്, ഫോട്ടോ ഒക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലോ, അത് ഫോട്ടോ വെക്കാനുള്ള ഒരു സ്പേസ് ആണ്. ഫോട്ടോസ് അഫിക്സ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ നെയിം, ഡീറ്റെയിൽസ് എല്ലാം, ഏജ്, അതുപോലെ തന്നെ സെക്സ്, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ എമർജൻസി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, നമ്മളെ എമർജൻസി ആയിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള നമ്പർ ഉണ്ടെങ്കിൽ അത്, ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് അവർ കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പിക്ക് നമുക്ക് തന്നിരിക്കുന്നതാണ്, ഷെയർ ചെയ്തിരിക്കുന്നതാണ് സ്പെസിമെൻ. അതൊക്കെ ഒന്ന് നോക്കുക. EHR ഇൻഫോർമേഷൻ സ്ക്രീനിന്റെ ഒരു സ്പെസിമെൻ ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല എങ്കിലും നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് എടുത്ത് സെർച്ച് ചെയ്ത്, നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫോം ഉണ്ടെന്ന് നമ്മൾ ചെന്ന് അറിഞ്ഞിരിക്കണം, അല്ലെ? ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യാൻ പോകുന്നവരാണ്, അല്ലെ? EHR ഇൻഫോർമേഷന്റെ സ്ക്രീന് ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്നൊക്കെ അറിയണ്ടേ? അപ്പൊ അതൊന്ന് നിങ്ങൾ എടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് നോക്കാം, വായിച്ചു നോക്കാം. അപ്പൊ അതിനകത്ത് ഫോട്ടോ പതിക്കേണ്ട സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ പേരും അഡ്രസ്സും, പെർമനന്റ് ആയിട്ടുള്ള അഡ്രസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള അഡ്രസ് ഉണ്ടെങ്കിൽ അതൊക്കെ അതിനൊക്കെ സ്ഥലമുണ്ട്. ഏജ്, നമ്മളുടെ ഫോൺ നമ്പർ ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്പറുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതിയിൽ. ഇത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യണതാ. അപ്പൊ ഇതെല്ലാം കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തരില്ല. അപ്പൊ ആ ഇൻഫർമേഷൻസ് അവരെന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ട് അവരതൊക്കെ ടൈപ്പ് ചെയ്ത് അതിനകത്ത് സേവ് ചെയ്ത് വെക്കും. ഓക്കെ, അതൊരു ഇലക്ട്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു സ്പെസിമെന് കൊടുത്തിട്ടുണ്ട്, EHR പ്രോബ്ലം ലിസ്റ്റ് ആണ് ഈ കൊടുത്തേക്കണേ. എന്തൊക്കെ അസുഖമാണെന്നുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത് അത് ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊരു അവർ ഉണ്ടാക്കിയിരിക്കുന്ന ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സോഴ്സ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് കരോളിന ആണ്. അവിടെ നിന്നുള്ള ഒരു സാമ്പിള്, പ്രോബ്ലം ലിസ്റ്റിന്റെ ഒരു സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും EHR പ്രോഗ്രസ് നോട്ടിന്റെ ഒരു സാമ്പിൾ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഞാനും അടിച്ചു നോക്കി, അപ്പൊ കിട്ടി. നമുക്ക് അതിനകത്ത് നിന്ന് റെഫർ ചെയ്യാൻ പറ്റും. നമുക്കിത് പരീക്ഷയ്ക്ക് ആവശ്യമില്ല എങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിന്റെ വേണമെങ്കിൽ ഒരു കോപ്പിയൊക്കെ എടുത്ത് ഓരോന്നൊക്കെ എടുത്ത് വേണമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ നോക്കാം. നിങ്ങളുടെ നോട്ട്സിൽ കൂടി നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ഇതാണ് EHRന്റെ പ്രോഗ്രസ് നോട്ടിന്റെ ഒരു സാമ്പിൾ സ്പെസിമെൻ ആണ്. ഇത് മറ്റേ എന്താ പറയാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സിന്റെ ഒരു സ്പെസിമെൻ ആണ് എന്നുള്ള കാര്യമൊക്കെ, പ്രോബ്ലം ലിസ്റ്റിന്റെ ആണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ 4 ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഒരു ലാബ് റിപ്പോർട്ടിന്റെ ഒരു EHR വന്നിട്ടുണ്ട്. EHR ആണ് കേട്ടോ, ഇലക്ട്രോണിക്കൽ ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെയൊക്കെ റെക്കോർഡ്സ് സൂക്ഷിച്ചേക്കണേ. അതുകൊണ്ടാണ് EHR എന്ന ലാബ് റിപ്പോർട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അവർ ഇലക്ട്രോണൈസ്ഡ് ആയിട്ട്, അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാനുള്ള എളുപ്പത്തിന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. കണ്ടല്ലോ,
അതും ഒരു ലാബ് റിപ്പോർട്ടാണ്. സൗത്ത് കരോളിനയുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നോക്കി അതിനകത്ത് ലാബ് റിപ്പോർട്ടിനകത്ത് റെഡ് ബ്ലഡ് സെല്ലിന്റെ കൗണ്ട്, ഹെമറ്റോക്രിറ്റിന്റെ ഇത്, ഹീമോഗ്ലോബിൻ, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട്, ഇതൊക്കെ മെഷർ ചെയ്തിട്ട് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അതിന്റെയൊക്കെ ആ ഒരു മെഷർമെന്റുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇവർക്കത് ക്ലിയർ ആയിട്ട് ഡോക്ടേഴ്സിന് മനസ്സിലാകുകയും അത് മനസ്സിലാക്കിയിട്ട് അതിന്റെ ബേസിസിൽ ഇതൊക്കെ കണ്ടിന്യൂ ട്രീറ്റ്മെന്റ് ക്യാരി ഓൺ ചെയ്യാൻ, കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഒന്ന് ഫോണിൽ കൂടി തന്നെ നോക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഒന്ന് എടുത്ത് നമ്മളുടെ കയ്യിൽ പിടിച്ച് നമുക്ക് ഇടയ്ക്ക് കാണാനും നമുക്ക് പിന്നീടും ചിലപ്പോൾ ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് കോപ്പിയൊക്കെ എടുത്ത് വെച്ച് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? അത് നമുക്ക് ഇതിനകത്തൊന്നും പഠിക്കാനൊന്നുമില്ല, എന്നാലും നമുക്ക് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളത് തള്ളിക്കളയരുത്. അതൊന്ന് എന്താ പറയാ, ആവശ്യമുള്ള സാധനമാണെന്ന് വിചാരിച്ചൊന്ന് വായിച്ചു നോക്കുക കേട്ടോ, എടുത്തു നോക്കുക. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് കളർഫുൾ ആയിട്ടൊക്കെ ഒരു ചാർട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയില്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേക്കുക, സെർച്ച് ചെയ്ത് നോക്കുക, എല്ലാം കണ്ടുപിടിച്ചേക്കുക. ഓക്കെ, അടുത്ത ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം. ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റമിനെ പല കാറ്റഗറീസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽസ് വേണ്ട ഒരു സിസ്റ്റം, അതിനെയാണ് നമ്മൾ ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം. ഇവിടെ പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഈ രീതിയിൽ അതിനെ എന്താ പറയാ ഡിസ്റ്റിങ്വിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ വേർതിരിക്കുക അല്ലെ, വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയാ, ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാനാണെങ്കിൽ അതിന്റെ ടൈപ്പ് ഓഫ് ഡാറ്റ ഇറ്റ് കണ്ടെയ്ൻ, അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഡാറ്റ, അതിന്റെ ആ കണ്ടന്റ്, ഡാറ്റ കണ്ടന്റിന്റെ ബേസിസിലാണ് ഇറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ്, അതിനെ ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം, ക്ലിനിക്കൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഇൻഫോർമേഷൻ സിസ്റ്റം, അങ്ങനെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന്റെ ഏറ്റവും മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ഡാറ്റ ഇറ്റ് കണ്ടെയ്ൻ, എന്ത് ഡാറ്റ, ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് എന്നതിന്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് കണ്ടെയ്ൻസ് പ്രൈമർലി ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന വാക്ക് ഓർത്താൽ മതി, ഫിനാൻഷ്യൽ ഡാറ്റയാണ് അല്ലെ, ഫിനാൻസ് സംബന്ധമായിട്ടുള്ളത് ആണ്. അതിനു വേണ്ടിയിട്ടാണ്. മാത്രമല്ല നമ്മളുടെ ബിസിനസ്, അതായത് ഹോസ്പിറ്റൽ പോലെയുള്ള ബിസിനസ് ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യാൻ, അതിന്റെ മാനേജ്മെന്റ് ഫംഗ്ഷൻസിന്, അതിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ജനറൽ ആയിട്ടുള്ള ഓപ്പറേഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അവിടുത്തെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ്, മാനേജ്മെന്റ് കാര്യങ്ങളാണ്. അത് ആണ് ഇതിനകത്ത് വരുന്നത് ഇൻഫോർമേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർക്ക് അഡ്മിനിസ്ട്രേഷനും ഫിനാൻഷ്യൽ ഡാറ്റയാണ്. ഇത് രണ്ടും എന്തിനാവശ്യമാണ്? സപ്പോർട്ട് ദ മാനേജ്മെന്റ് ഫംഗ്ഷൻസ്, നമ്മുടെ മാനേജ്മെന്റിന്റെ പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ, അവിടുത്തെ ജനറൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കാൻ, എല്ലാ ദിവസവും ഡേ ബൈ ഡേ കാര്യങ്ങളൊക്കെ നടക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്നുള്ളത്. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കിയും ആ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നിടത്തുനിന്ന് തുടങ്ങി അവിടെ വരെ, ഫോർ എക്സാമ്പിൾ ഇല്ല, അതിന് മുമ്പ് വരെ, അത് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ പറയാം. Two primary categories of healthcare information system എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാന്നുണ്ട്. ആ സെന്റൻസ്, ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്തത്, an administrative information system or administrative application contains primarily administrative or financial data and is generally used to support the management functions and the general operation of healthcare organization. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം തുടങ്ങി അണ്ടർലൈൻ ചെയ്യാം. ചെയ്തോ? അണ്ടർലൈൻ ചെയ്തോ? യെസ്.
ഇനി അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് എന്താ പറയുക, ഫിനാൻഷ്യൽ ഡാറ്റ, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഇൻഫോർമേഷൻസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ വരുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങൾ, മാനേജ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാര്, തൊഴിലാളികൾ, എംപ്ലോയീസ്, പിന്നെ അവിടുത്തെ ഫിനാൻസ്, പിന്നെ അവിടുത്തെ മെറ്റീരിയൽസ്, പിന്നെ അവിടുത്തെ മറ്റ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്, എന്തൊക്കെ സാധനങ്ങളാണോ ഹോസ്പിറ്റൽസിലേക്ക് വേണ്ടേ ആ സപ്ലൈസും അവിടുത്തെ എക്യുപ്മെന്റുകളെല്ലാം, ഇതെല്ലാം ഇതിന്റെയൊക്കെ ഒരു മാനേജ്മെന്റ്, ഇതാണ് നമ്മളുടെ എന്തെന്ന് വിളിക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത്. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. എന്തൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്? മാനേജിങ് പേഴ്സണൽ, ഫിനാൻസ്, മെറ്റീരിയൽസ്, സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അത്രയും വരെ. അപ്പൊ അതിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതായത് പേഴ്സണൽ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വരും, മെറ്റീരിയൽസ് മാനേജ്മെന്റ് വരും, പിന്നെ പേഷ്യൻസിന്റെ അക്കൗണ്ടിങ്, ബില്ലിങ്, ഫിനാൻസ് ആയതുകൊണ്ട് അവരുടെ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സ്റ്റാഫ് സ്കെഡ്യൂളിങ്, അതായത് സ്റ്റാഫുകളൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ? അഡ്മിനിസ്ട്രേഷൻ ഇൻഫർമേഷൻ സിസ്റ്റം കണ്ടെയ്ൻ എന്നുള്ളതും എഴുതണം, അണ്ടർലൈൻ ചെയ്യണം. പിന്നെ മറ്റേത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. രണ്ടാമത്തെ സെന്റൻസ്, ഇഫ് ഇറ്റ് മൈറ്റ് ബി എ സിസ്റ്റം ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇനി അടുത്തത് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. പല കാറ്റഗറി ഉണ്ട് ഇതിനകത്ത്. റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്, റവന്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, ഒരു ഓർഗനൈസേഷനിലെ റവന്യൂ എന്ന് പറയുന്ന വിഭാഗം ഏതാ? അതായത് നമ്മളുടെ വരുമാന മാർഗമാണ് അല്ലെ, ഇൻകം, ഇങ്ങോട്ട് കിട്ടുന്ന വരുമാന മാർഗമാണ്. അപ്പൊ അതിനകത്ത് വരുന്ന മാനേജ്മെന്റ് പ്രധാനമായിട്ടും താഴെ പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അക്കൗണ്ട്സ് റിസീവബിൾ ഫോളോ അപ്പ്, നമുക്ക് ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് പൈസ തരാനുണ്ടോ, പിന്നെ പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻസ്, പിന്നെ റിപ്പോർട്ടിങ്, പല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങള്, പിന്നെ എന്താ പറയാ ചാർജ് ക്യാപ്ചർ, മറ്റുള്ളവരിൽ നിന്ന് കിട്ടേണ്ട ചാർജ് എമൗണ്ട്, കോഡിങ്, ഡോക്യുമെന്റേഷൻ, റിവ്യൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതിനെ കുറിച്ച് വേറെ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. പിന്നെ കോഡിങ്, ഡീകോഡിങ്, ഡോക്യുമെന്റേഷൻ, മാനേജ്ഡ് കെയർ കോൺട്രാക്ടിങ്, ഡിനയൽ മാനേജ്മെന്റ് ഓഫ് ക്ലെയിംസ്, ഏതെങ്കിലുമൊക്കെ ക്ലെയിം ഒക്കെ നമ്മള് എന്താ പറയാ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് വേണ്ടാന്ന് വെച്ച ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിമുകൾ, അതിനെ കുറിച്ചുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ പേയ്മെന്റ് പോസ്റ്റിങ്, ഇതെല്ലാം നമ്മളുടെ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിൽ വരുന്ന എന്തൊക്കെയാണ് വരുന്നതെന്ന് വെറുതെ ആ പേര് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. 2-3 അറിഞ്ഞിരുന്നാൽ മതി. എല്ലാം കൂടി ഒന്നും പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അക്കൗണ്ട്സ് റിസീവബിൾ, പേഷ്യന്റ് കളക്ഷൻസ്, പിന്നെ എന്താ പറയാ ഇത് ഡിനയൽ ഓഫ് മാനേജ്മെന്റ് ഓഫ് ക്ലെയിംസ്, പേയ്മെന്റ് പോസ്റ്റിംഗ്, ആ 1ഉം 2ഉം പിന്നെ അവസാനത്തെ 2 മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. റവന്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള വേർഡുകൾ വരുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അത് ഏതൊക്കെയാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിൽ വരുന്നത്. വെറുതെ നമ്മൾ ജസ്റ്റ് ഒരു ഹെഡ് കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. അതെന്താണ് അതിന്റെ ഉദ്ദേശം നമുക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. അത് വെറുതെ ഒരു നോട്ട് പോലെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ വരുമാന മാർഗങ്ങൾ ഉണ്ട്, അത് എന്തൊക്കെയാണ് മാനേജ്മെന്റ് അതിനകത്ത് വരുന്നതെന്ന്. ഓക്കെ, നമുക്ക് വേണ്ട കുറച്ച് മാനേജ്മെന്റുകൾ വേറെ പറയുന്നുണ്ട്, നമുക്ക് അത്യാവശ്യമാണ്. ഒന്നാമത്തേത്, ഇനി ഏതൊക്കെ എന്താ പറയാ മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാനായിട്ട് ഏതൊക്കെ മേഖലകളിൽ നമുക്ക് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യേണ്ട ചില മേഖലകൾ അവർ പറയുന്നുണ്ട്. അത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറെ മാനേജ്മെന്റ് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഹെൽത്ത് എന്താ പറയാ മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം, ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം കുറെ കാര്യങ്ങളിൽ മാനേജ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. അത് ഏതൊക്കെ കാര്യത്തിലാണ്, അത് ഏതിലൊക്കെ അപ്ലൈ ചെയ്യാനാണ്? അതിൽ ഫസ്റ്റ് വൺ പേഴ്സണൽ മാനേജ്മെന്റ് ആണ്. PERSONNEL എന്ന് പറയുന്ന പേഴ്സണൽ ആണ്. എന്തായിരിക്കും അത്? ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്.
അതായത് ഹ്യൂമൻ റിസോഴ്സസിന്റെ മാനേജ്മെന്റ് ആണ് ഫോർ സ്റ്റാഫ്. അവരുടെ സാലറി സംബന്ധിക്കുന്നത്, അവരുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ വന്നിട്ട് സ്കൂളിലോട്ട് പഠിപ്പിക്കുന്നതാണോ? അല്ല. അവർക്ക് വേണ്ട ചില സമയാസമയങ്ങളിൽ ചില പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടി വരും അല്ലെ. ഒരു ഹോസ്പിറ്റലില് പുതിയ ഏതെങ്കിലും മെഷീനറി കൊണ്ടുവന്നു, അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നു. സോ അത് മൈൻഡ് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മസ്റ്റ് നോ ദാറ്റ് അല്ലെ, അവർക്ക് അതിനെ കുറിച്ച് അറിയണം. അപ്പൊ അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം, എന്നിട്ട് അതിൽ ട്രെയിനിങ് കൊടുക്കണം. ഓൾ ദീസ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ മാനേജ്മെന്റ്. ഇതെല്ലാം തന്നെ പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നതാണ്. അപ്പൊ ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഭാഗം മാനേജസ് ഹ്യൂമൻ റിസോഴ്സ്, ഇൻഫോർമേഷൻ ഫോർ സ്റ്റാഫ്, ഇൻഫോർമേഷൻസ് ടു സ്റ്റാഫ് ആണ്, സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ്. അതിനകത്ത് സാലറി, ബെനഫിറ്റ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ മാനേജ് ചെയ്യും. പേഴ്സണൽ മാനേജ്മെന്റ് അണ്ടർലൈൻ ചെയ്യണം. ആ ഓരോ മാനേജ്മെന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ആണെന്ന് ഓർക്കുക. പേഴ്സണൽ അത് ഒന്ന് ഓർത്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എന്താ പറയാ മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആയോ പേഴ്സണൽ മാനേജ്മെന്റ്? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ മെറ്റീരിയൽസ്. അപ്പൊ നമ്മൾ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോണിറ്റേഴ്സ് ജനറലി എന്താണ്, ഓർഡറിങ് ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ്. അതായത് പുതിയ പുതിയ എന്തെങ്കിലും സാധനങ്ങൾ ഹോസ്പിറ്റൽസിലേക്ക് വേണോ, അതിന് ഓർഡർ കൊടുക്കുക, അതിന്റെ സ്റ്റോക്ക് നോക്കുക, എന്തൊക്കെ എക്യുപ്മെന്റുകൾ വേണം, അതിന് എന്തെങ്കിലും മെയിന്റനൻസ് ഉണ്ടോ, ഈ പറയുന്നത്. അതായത് മെറ്റീരിയൽസും അതുപോലെ തന്നെ എക്യുപ്മെന്റുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന്റെ സ്റ്റോക്ക് അല്ലെ കുറഞ്ഞു പോകാൻ പാടില്ല. ഇപ്പൊ മെഡിസിൻസ് ആണെങ്കിൽ മെഡിസിൻസ് ഇത്രയൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇതിനിടയ്ക്ക് അത് മാനേജ് ചെയ്യണമെങ്കിൽ അതിന്റെ സ്റ്റോക്ക് റിസൾട്ട് വേണം നമുക്ക്. അതായത് മെഡിസിൻസ് എല്ലാത്തിനും എന്താ പറയാ അഡക്വേറ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടോ, ഏതെങ്കിലും ടൈപ്പ് ഓഫ് മെഡിസിൻ കുറവുണ്ടോ, അതിന് ഓർഡർ കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ നിങ്ങൾ ഡിപ്ലോമയിൽ ഒരു ലോഡ് കണക്കിന് പഠിച്ചിട്ടുണ്ട് അല്ലെ? തീർച്ചയായിട്ടും. ഇത് ഒരു കുഞ്ഞു ഡെഫിനിഷൻ ആണ്. മോണിറ്റേഴ്സ് ആൻഡ് ഓർഡറിങ് ആൻഡ് മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റോക്ക് മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഓർഡർ ചെയ്യുക, സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ എക്യുപ്മെന്റുകൾ, പുതിയ പുതിയ മെഷീനറീസ്, എക്യുപ്മെന്റുകൾ ഏതെങ്കിലും വേണോ, അല്ലെങ്കിൽ നിലവിലുള്ളതിന് എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടോ, ഓൾ ദീസ് തിങ്സ് ആർ അണ്ടർ ദ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്യാം, വായിച്ചു നോക്കുക. ഓക്കെ. ദെൻ അടുത്തത് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. റവന്യൂ സൈക്കിൾ ഇതൊക്കെ കുഞ്ഞു ടോപ്പിക് ആണ്. റവന്യൂ സൈക്കിൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. റവന്യൂ മീൻസ് the revenue which is generated from the patient. Patients ൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന വരുമാനങ്ങളൊക്കെ അല്ലെ. അപ്പൊ പേഷ്യൻസ് കളക്ഷൻ, അത് ഓൺ ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ സാമ്പത്തികവും അതിന്റെ മാനേജ്മെന്റും പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം കോസ്റ്റ് ചെയ്യാം, അതൊക്കെ റോക്കി നടത്തുക, ഇന്റഗ്രേഷൻ അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്നൊക്കെയാണ് കളക്ഷൻസ്. പേഷ്യൻസിൽ നിന്ന്, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോസ്റ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ്. അതാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ്. മോണിറ്റേഴ്സ് ദ എൻറ്റയർ ഫ്ലോ ഓഫ് റവന്യൂ ജനറേഷൻ ഫ്രം ചാർജ് ക്യാപ്ചർ ഓഫ് പേഷ്യന്റ് കളക്ഷൻ. അവിടെ വരെ മതി. പേഷ്യന്റ് കളക്ഷൻ, പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചാർജ് ഉൾപ്പെടെ ഉള്ള എല്ലാ തരത്തിലുള്ള റവന്യൂസും മോണിറ്റർ ചെയ്യുക. അതാണ് റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത എന്താ? CPOE ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻറ്റിറ്റി ആണ്. which helps the clinicians to directly enter orders. അതായത് ക്ലിനിഷ്യൻസിന് ക്ലിനിക്ക് നടത്തുന്ന ഓരോരുത്തർക്കും അവർക്ക് സ്വന്തമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, പല ഓർഡറുകൾക്കും വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോണിക് ആൻഡ് ഓൾസോ ആക്സസ് ഡിസിഷൻസ്, സപ്പോർട്ട് ടൂൾസ് ആൻഡ് ഓൾസോ ക്ലിനിക്കൽ കെയർ ഗൈഡ് ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾസ്. അതായത് ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ഗൈഡ് ലൈനുകൾ, അവിടുത്തെ പ്രോട്ടോകോൾസ്, അതൊക്കെ അനുസരിച്ച് അതൊക്കെ ഇങ്ങനെ ഇലക്ട്രോണിക്കലായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, കമ്പ്യൂട്ടറൈസിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഉപയോഗിച്ച് പല കാര്യങ്ങൾക്കും ഓർഡറുകളൊക്കെ ഇടാനായിട്ട്. ഇപ്പൊ ഇന്നൊരു ഇൻഫോർമേഷനെ കുറിച്ച് എനിക്കറിയാം, കാരണം അത് ഇതാണ്, ഇതിന്റെ പ്രോട്ടോകോൾ ഇങ്ങനെയാണ്, ഇതിന്റെ ഗൈഡ് ലൈൻ ഇങ്ങനെയാണ്, അല്ലെ ഇതിന്റെ നിയമം എങ്ങനെയാണ് എന്ന് എനിക്കറിയാമെങ്കിൽ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ആ എൻട്രി പ്രകാരം, ആ കമ്പ്യൂട്ടറൈസ്ഡ് എൻട്രി പ്രകാരം വി ക്യാൻ മേക്ക് ഓർഡേഴ്സ്.
അത് ഓർഡർ ചെയ്യാം. അതാണ് പറഞ്ഞത്. ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം, ഒരു ഡിസിഷൻ എടുത്ത് വി ക്യാൻ ഓൾസോ മേക്ക് സം ഓർഡേഴ്സ് ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് ഓർഗനൈസേഷനിലെ, ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിലെ മറ്റുള്ളവരോട് ഇത് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. കമ്പ്യൂട്ടറിലെ ഓർഡറുകൾ പ്രകാരം പ്രോട്ടോകോൾസും ഗൈഡ് ലൈൻസും ഒക്കെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദാറ്റ് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻ മേക്കിങ്ങിനും നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനൊക്കെ പറ്റുന്നു എന്നുള്ളതാണ് CPOE എന്ന് പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി. ആ ഫുൾ ഫോമും അതുപോലെ സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഫുൾ ഫോം വേണം, പഠിക്കണം. അടുത്തതോ ടെലിമെഡിസിൻ ആൻഡ് ഹെൽത്ത്. ടെലിഹെൽത്ത് ആണ്. ടെലിമെഡിസിൻ, ടെലിഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ എന്താ? ടെലിമെഡിസിൻ, ടെലിഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ എന്താ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? വിച്ച് സപ്പോർട്ട്സ്, എന്താ അതിന്റെ അർത്ഥം എന്താ? വിച്ച് സപ്പോർട്ട്സ് ഡെലിവറി ഓഫ് കെയർ. അത് തന്നെ. ഓഡിയോ എന്താ പറയാ, ഓൺലൈൻ ആയിട്ട് അല്ലെ, ഓൺലൈൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഡോക്ടേഴ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്ത് ചില സമയത്തൊക്കെ നമുക്ക് അങ്ങനെ വേണ്ടി വരും. ചില റിമോട്ട് ഏരിയാസ് ഒക്കെ ആണെങ്കിൽ ഓൺലൈൻ ഒക്കെ ആയിട്ടൊക്കെ എന്താ പറയാ അവർക്ക് കെയറുകൾ കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അല്ലെ. കൊറോണ ടൈമിലൊക്കെ നമ്മള് അങ്ങനെ കുറെ പേരൊക്കെ അങ്ങനെ ഡോക്ടേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദേ ഓൾസോ ഡു നോട്ട് പ്രിഫർ അറ്റ് സച്ച് ടൈംസ് ടു കം ഇൻ പേഴ്സണലായിട്ട് വന്ന് അവർ വിസിറ്റ് ചെയ്ത് എന്താ രോഗത്തെ കുറിച്ചൊക്കെ പറയാനായിട്ട് അന്ന് ഡോക്ടേഴ്സും പ്രിഫർ ചെയ്തിരുന്നില്ല. വീഡിയോ കോൾ വഴിയൊക്കെ. അപ്പൊ വീഡിയോ കോൺഫറൻസിങ്, ടെക്സ്റ്റിംഗ് മെസ്സേജ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഇന്ന രോഗമാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊക്കെ നമുക്ക് പറ്റിയ മരുന്നുകളൊക്കെ എന്താന്ന് വെച്ചാൽ സെൻഡ് ചെയ്ത് ഓൺലൈൻ ത്രൂ ഒക്കെ സെൻഡ് ചെയ്യുന്ന ഒരു രീതി. അതാണ് ടെലി ഹെൽത്ത്, ആരോഗ്യം. അതായത് ടെലിഫോൺ വഴിയൊക്കെ അല്ലെ, ലൈൻ വഴിയൊക്കെയുള്ള ആരോഗ്യ സംരക്ഷണം അതുപോലെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ടെലിമെഡിസിൻ ആൻഡ് ടെലി ഹെൽത്ത് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇന്ന് വളരെയധികം എന്താ പറയാ കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. പണ്ടൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോ എങ്ങനെ പരിശോധിക്കാൻ പറ്റുമോ, ഡോക്ടർമാര് അതെങ്ങനെ അങ്ങനെ ചെയ്യണേ എന്നൊക്കെ നമുക്ക് ഒരു അതിശയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും വലിയ കാര്യമൊന്നും ഇതൊക്കെ ഇന്ന് കോമൺ ആണ്. ഓക്കെ, ടെലിമെഡിസിൻ ആൻഡ് ടെലി ഹെൽത്ത് അണ്ടർലൈൻ ചെയ്യാം. ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽസിൽ. ഇതിന്റെയൊക്കെ ഇൻഫോർമേഷൻസ് ഓക്കെ. അടുത്തത് റീഹാബിലിറ്റേഷൻ സർവീസ് ഡോക്യുമെന്റേഷൻ ആണ്. അതായത് പേഷ്യൻസ് ഓൾസോ ആർ റീഹാബിലിറ്റേറ്റഡ് ഫോർ സം തെറാപ്പീസ്, ഫിസിക്കൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ എന്ത് ചെയ്യണം, കിടത്തിയോ മറ്റൊക്കെ ചികിത്സിക്കുന്ന ചില കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതിനെ റിപ്പോർട്ട് ചെയ്യുക. അത്തരം കാര്യങ്ങൾ, അതായത് അത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യങ്ങളാണ്. റീഹാബിലിറ്റേഷൻ service document supports the capturing and reporting of occupational therapy, physical therapy, speech pathology, സ്പീച്ച് തെറാപ്പീസ് ഒക്കെ ഇന്ന് കൊടുക്കുന്നുണ്ട്. ഇത്തരം സർവീസസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക, ക്യാപ്ചർ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. അതാണ് റീഹാബിലിറ്റേഷൻ സർവീസ് ഡോക്യുമെന്റേഷൻ. അതിന്റെയൊക്കെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, സിമ്പിൾ കാര്യങ്ങളാണ്. അടുത്തത് പേറോൾ. പേറോൾ എന്താ? Payroll is the details of the employees in an organization about their salaries, payroll deductions, tax, പിന്നെ PF, TA, DA, പേ സ്റ്റാറ്റസ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ ജോലിക്കാരുടെ എല്ലാവരുടെയും കൂടി പേരുകൾ, പേര് എഴുതി വെച്ചിരിക്കുന്നു, അവർക്ക് കൊടുക്കുന്ന സാലറി, അതിൽ നിന്ന് എന്തെങ്കിലും അതിന്റെ കൂടെ തന്നെ TA, DA അല്ലെ, ട്രാവലിംഗ് അലവൻസ്, ഡിയർനെസ് അലവൻസ്, ക്ഷാമബത്ത എന്നൊക്കെ പറയും, അങ്ങനെയുള്ള സാധനങ്ങള്. പിന്നെ PF ലേക്കുള്ള പിടുത്തം അല്ലെ, അത് റിഡക്ഷൻ ആണ്. അപ്പൊ കൂട്ടലുകളും കുറയ്ക്കലുകളും ഒക്കെ ഉണ്ട് അതിനകത്ത്. ടാക്സ് എന്താ പറയാ, ടാക്സിന് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. ചിലരൊക്കെ ഒരുപാട് പൈസയൊക്കെ സാലറി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇൻകം ടാക്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ടാക്സിന് വേണ്ടി ഒരു പിടുത്തം, ഹോൾഡിംഗ് അത്, പിന്നെ അവരുടെ പേയ്മെന്റ് സ്റ്റാറ്റസ്, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്കെഡ്യൂൾ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പേറോൾ എന്ന് വിളിക്കുക. നമ്മൾ മിക്ക ഓർഗനൈസേഷനിലും കമ്പ്യൂട്ടറിൽ നമ്മുടെ വർക്ക്ഷീറ്റിൽ എക്സൽ ഒക്കെ ഉപയോഗിച്ച് ഇത്തരം പേറോളുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അറ്റ് എ ഗ്ലാൻസ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സാലറി, ഒരു ലിസ്റ്റ് ഒറ്റ നോട്ടത്തിൽ അവർക്ക് കാണാൻ പറ്റും. അരിത്മെറ്റിക് ഓർഡറിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, അതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും.
ഓക്കെ. അപ്പൊ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ വേഗം സാലറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വലിയ എന്താ പറയാ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. ഓക്കെ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതാണ് പേറോൾ. പേറോൾ എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം നമ്മുടെ ഹോസ്പിറ്റൽസിൽ അതുപോലെ ഉണ്ട്, മറ്റു പല ഓർഗനൈസേഷൻസിലും ഉണ്ട് കേട്ടോ. അപ്പൊ പേറോൾ ഓർഗനൈസേഷൻ എല്ലാ ഓർഗനൈസേഷൻസിലും ഉള്ളത് പേറോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അണ്ടർലൈൻ ചെയ്തേക്കാം. ഓരോന്നിനും നമുക്ക് ഓരോ വേർഡുകൾ തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി കിട്ടും. അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല എന്ന് തോന്നുന്നു അല്ലേ? ബുദ്ധിമുട്ട് വരില്ലല്ലോ. യെസ്. ഓക്കെ. ദെൻ 2-3 കൂടി ഉള്ളൂ, അവിടെ വെച്ച് ഞാൻ നിർത്താണ്. അടുത്തത് സ്റ്റാഫ് സ്കെഡ്യൂളിംഗ് ആണ്. എന്തിനായിരിക്കും? സ്റ്റാഫിങ്ങിന്റെ നീഡ്സ് മനസ്സിലാക്കുക, അതനുസരിച്ച് അതിനെ സ്കെഡ്യൂൾ ചെയ്യുക. എന്ന് വെച്ചാൽ എവിടെയൊക്കെ എത്രയൊക്കെ സ്റ്റാഫുകൾ വേണം, ആ സ്റ്റാഫുകളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ അതിനെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. അതെല്ലാം നോക്കി മോണിറ്റർ ചെയ്ത് സ്കെഡ്യൂൾ ചെയ്യാം. സ്കെഡ്യൂളിംഗ് ആൻഡ് മോണിറ്ററിംഗ് സ്റ്റാഫിംഗ് നീഡ്സ്. സ്റ്റാഫിങ്ങുകളുടെ എണ്ണം, അതിന്റെ ലഭ്യത ഒക്കെ മനസ്സിലാക്കണം. അതുണ്ടോ ഇല്ലെങ്കിൽ ആവശ്യത്തിന് എവിടെയാണ് കൊടുക്കേണ്ടത്, എവിടെയൊക്കെ സ്റ്റാഫ് ഒഴിവുണ്ട് അവിടെയൊക്കെ നമ്മൾ കറക്റ്റ് അറേഞ്ച്മെന്റുകൾ നടത്തുക. അവിടാണ് സ്റ്റാഫ് സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്ന ഇൻഫോർമേഷൻ. പിന്നെ അടുത്ത എന്താ? സ്റ്റാഫ് ടൈം ആൻഡ് അറ്റൻഡൻസ്. അതെന്തായിരിക്കും? അവരുടെ ടൈമിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക, അറ്റൻഡൻസ് ഒക്കെ നോക്കുക, ട്രാക്ക് ചെയ്യുക. എംപ്ലോയീസ് കൃത്യ സമയത്ത് വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഏതൊക്കെ ദിവസം ലീവ് എടുത്തിട്ടുണ്ട്, ആ ലീവുകളൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. കാരണം പേയ്മെന്റിന്റെ സാലറി പേ ചെയ്യുന്ന സമയത്ത് ഈ ലീവുകളുടെ എണ്ണമൊക്കെ കൺസിഡർ ചെയ്യും അല്ലെ. ചിലപ്പോ മാസത്തിൽ ഒരു കാഷ്വൽ ലീവ് ഉണ്ടായിരിക്കും, ചില സ്ഥാപനങ്ങളിൽ അതില്ല. അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് പേയ്മെന്റ് കൊടുക്കുക. സോ അക്കോർഡിംഗ് ടു ദാറ്റ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദേ ഹാവ് ടു track the employees working schedules and also attendance. അവരുടെ വർക്കിങ്ങിന്റെ ടൈമുകളും അതുപോലെ അവരുടെ അറ്റൻഡൻസും കൺസിഡർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. And the last one is medication administration. Medication administration എന്താ? അത് നഴ്സസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ടു ഡോക്യുമെന്റ് മെഡിക്കേഷൻ ഗിവൺ ഡോസ് ആൻഡ് ടൈം. ഏത് സമയത്ത് ഏത് ഡോസിലുള്ള മരുന്ന് എത്ര ഡോസ് കൊടുത്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നഴ്സസ് ആണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിക്കുന്നത് എത്ര മെഡിസിൻ കൊടുത്തു, ഏത് ഡോസിൽ കൊടുത്തു, ഏത് ടൈമിൽ കൊടുത്തു, ഇതൊക്കെ കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യണം അല്ലെ. ഇതൊക്കെ ചെയ്ത് എഴുതി നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മളുടെ ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം മാനേജ് ചെയ്യുന്ന സിസ്റ്റത്തിൽ മാനേജ് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഏതൊക്കെയാ? പേഴ്സണൽ മാനേജ്മെന്റ്, അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഓർക്കുക. മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഇൻവെന്ററീസ് ഓഫ് സപ്ലൈ എക്യുപ്മെന്റ്സ് അത് ഓർക്കുക. റവന്യൂ സൈക്കിൾ അല്ലെ, റവന്യൂ മോസ്റ്റ് ഓഫ് ദ റവന്യൂ ആണ് എൻറ്റയർ ഫ്ലോ ഓഫ് റവന്യൂ, ഇത് ഫിനാൻഷ്യൽ ആയിട്ട് പേഷ്യന്റ് കളക്ഷൻസിൽ നിന്നൊക്കെ കിട്ടുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ എൻട്രി, അതായത് നമ്മുടെ ക്ലിനിഷ്യൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കുറെ ഗൈഡ് ലൈൻസ് പ്രോട്ടോകോൾസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. സോ ദേ ക്യാൻ മേക്ക് സം ഡിസിഷൻസ്. അതിന് വേണ്ടിയിട്ട് ടെലി മെഡിസിനും ടെലി ഹെൽത്തും റിമോട്ട് ഏരിയ കെയർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് എന്താ പറയാ മെഡിസിൻസും മറ്റു കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടൊക്കെ നെക്സ്റ്റ് മെസ്സേജസിലൂടെയോ വീഡിയോ കോൺഫറൻസ് വഴിയോ എന്ത് ചെയ്യാം, അവരുടെ കാര്യങ്ങളൊക്കെ കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റും. ടെലി മെഡിസിൻ ആൻഡ് ടെലി ഹെൽത്ത്. റിഹാബിലിറ്റേഷൻ സർവീസ് ഡോക്യുമെന്റേഷൻ നമ്മൾ പറഞ്ഞു. ഫോർ തെറാപ്പീസ് പ്രൊവൈഡഡ്, തെറാപ്പീസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് തെറാപ്പീസ് നടത്താനും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് ഡോക്യുമെന്റിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ്, സർവീസ് ആണ്. പേറോള്, സാലറീസും മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാഫിന്റെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഉൾക്കൊള്ളുന്നതാണ്. സ്റ്റാഫ് സ്കെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ മോണിറ്ററിംഗ് ആൻഡ് ഓൾസോ സ്കെഡ്യൂളിംഗ് സ്റ്റാഫിംഗ് നീഡ്സ്, ആളുകളുടെ എണ്ണം എത്ര പേര് വേണം ഇതൊക്കെ നോക്കി ആളുകളെ സ്റ്റാഫിനെ കൃത്യമായിട്ട് അലോട്ട് ചെയ്യുക, അവരെ സ്കെഡ്യൂൾ ചെയ്യുക. അവരുടെ ടൈം ആൻഡ് അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ അവരുടെ വർക്കിംഗ് ടൈം സ്കെഡ്യൂൾ മനസ്സിലാക്കുക, അറ്റൻഡൻസ് എടുക്കുക. മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ബൈ നഴ്സസ് to document the given dose of medicine and also the time at which it is given. ഏത് സമയത്ത് മരുന്ന് കൊടുത്തു, ഏത് ഡോസിൽ കൊടുത്തു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നഴ്സസ് ഡോക്യുമെന്റ് ചെയ്യുന്നതാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ വരെ മനസ്സിലായോ? പേജ് വൈസ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് 2-3 നമുക്ക് പറയേണ്ടി വന്നില്ല. ദാറ്റ് മീൻസ് അതൊരു എന്താ പറയാ സ്പെസിമെൻസ് ആയിരുന്നു. 3-4 സ്പെസിമെൻ നമ്മൾ കണ്ട പ്രോബ്ലം ലിസ്റ്റിന്റെ. പിന്നെ എന്താ പറയാ നമ്മളുടെ എന്തായിരുന്നു പ്രോബ്ലം ലിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ EHR-ന്റെ ഒരു സ്പെസിമെൻ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ ലാബിന്റെ ഒരു ഇതുണ്ടായിരുന്നു, പ്രോഗ്രസ് നോട്ടും ഉണ്ടായിരുന്നു അല്ലെ.
ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫോർമാറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പേജ് വൈസ് കുറച്ച് കൂടുതൽ പോയിട്ട് തോന്നുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഒക്കെ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട. സ്പെസിമെൻ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, പെട്ടെന്ന് കിട്ടും. അത് അടിച്ചു ആ ഒരു സാധനം തന്നെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ സാമ്പിൾ ഓഫ് EHR പ്രോഗ്രാം ലിസ്റ്റ് എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് തന്നെ വരുന്നുണ്ട്. അവിടെ ഒന്നൊന്ന് വിശാലമായിട്ടൊന്ന് എന്താ പറയാ കുറച്ച് സൂം ഒക്കെ ചെയ്തൊക്കെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് വെച്ചോ, നല്ലതാണ്. കാരണം പിന്നീടൊക്കെ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെറുതായിട്ടൊക്കെ അത്ര വലിയ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കണ്ടുപിടിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും എടുത്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചിരുന്നു, അത് പഠിച്ചതാണെന്ന് എന്നൊക്കെ നമുക്ക് ഓർക്കാനും നമുക്ക് അത് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ അത് നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങളത് സ്ക്രീൻഷോട്ട് ആണെങ്കിലും എടുത്ത് നിങ്ങളുടെ മൊബൈലുകളിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം. നമുക്ക് ഇടയ്ക്ക് ഒന്ന് നോക്കാനൊക്കെ പറ്റും. ഓക്കെ, നമ്മള് ഇന്ന് ഇവിടെ വെച്ച് നിർത്താണ്. അടുത്തത് അതിന്റെ ഹിസ്റ്ററിയാണ്. HMISന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ, ചരിത്രം, എങ്ങനെ ഉത്ഭവിച്ചു, എവിടെ നിന്ന് ഉത്ഭവിച്ചു, എങ്ങനെയാണ് ഇത്ര അങ്ങോട്ട് ഇതായത് എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊരു എന്താ പറയുക ഒരു സമ്മറി പോലെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് ഉണ്ട്. അത് എവിടെ നിന്നാണ്, എങ്ങനെ വന്നു. നമുക്കറിയാം കമ്പ്യൂട്ടർ ഒക്കെ ഉടലെടുത്തതിന് ശേഷമാണ് എന്തായാലും ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ അതിൽ പിന്നെയാ വന്നേക്കണേ. അപ്പൊ കമ്പ്യൂട്ടേഴ്സിന്റെ ആ ഒരു ഇത് തുടങ്ങി അത് എത്ര അങ്ങോട്ട് ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആയിട്ട് മാറി. അതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ എല്ലാ മേഖലകളിലും, ഹോസ്പിറ്റൽസിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും കമ്പ്യൂട്ടറിന്റെ ഒരു ഉപയോഗം കൊണ്ടുവന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇതെല്ലായിടത്തും എന്താ പറയാ ഇത്രയും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെഷീനറി ആയിട്ട് മാറി. ഇന്നാണെങ്കിൽ അത് നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു മെഷീനറി കൂടിയായി മാറി, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം കൂടിയായിട്ട് മാറിയിരിക്കുകയാണ്. അത്രയും കൂടി അതുകൂടിയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അതടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എടുക്കാം. സോ വായിച്ചൊക്കെ നോക്കിയിട്ട് വരില്ലേ? ഓക്കെ ആയിട്ട് വരുന്നു. ചുമയുണ്ട്. ഇന്നിപ്പോ 2 ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത പുതിയ PG തുടങ്ങിയിട്ടുണ്ട്. പുതിയ PGയിൽ ഒക്കെ നമ്മളുടെ നേരത്തെ ഉള്ളവരൊക്കെ വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 2 അടുപ്പിച്ച് വരുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്ക് ഈ ക്ലാസ് കഴിയുമ്പോ ഓരോന്ന് കഴിയുമ്പോ പോയിട്ട് വെള്ളം ചൂട് ആക്കി കുടിക്കുന്നത് അങ്ങനെ കുറേയുണ്ട്. ഈ ചുമ വരുമ്പോ പക്ഷെ പെട്ടെന്നേ മാറാനായിട്ട് ബുദ്ധിമുട്ടായി. മെയ് ലാസ്റ്റിലാണ് നമ്മളുടെ എക്സാംസ്. ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കാണിച്ചപ്പോ അവിടെ കിടക്കാനൊക്കെ പറഞ്ഞു. കിടക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് കിടക്കാനുള്ള സമയവും ഇല്ല. രാത്രി എല്ലാം ഒരു കണക്കിനാ കിടക്കണേ, പിന്നെയാണ് പകല് കിടക്കണേ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞിട്ടൊക്കെ പോന്നു. ഞാൻ വീട്ടിൽ പോയിട്ടൊക്കെ ശരിയാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. മരുന്ന് കുറെയൊക്കെ വാങ്ങിച്ചിട്ട് പോന്ന്. ഇനി രണ്ടാമതൊരു ഫോളോ അപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ, ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു ഫോളോ അപ്പിന് പറയുമ്പോ ചെല്ലണമെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ പോകാൻ സമയം കിട്ടണ്ടേ. ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങി പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടൊരു ലീവ് എടുക്കേണ്ടി വരും. അവിടെ സമയം ടൈമിങ് ഭയങ്കര ഇതാണ് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ട് പറ്റില്ല. ക്ലാസ് പോകും എന്നുള്ള രീതിയിൽ അങ്ങനെ പോകാതെ പിടിച്ചു വെച്ചേക്കണം. ഈ സമയം കണ്ടെത്തി പോണം. നാളെ പറ്റുകയാണെങ്കിൽ പോകാം എന്ന് വിചാരിച്ചിരിക്കുന്നു. നാളെ എനിക്ക് ഇങ്ങനെ വേറെ ഒരു അവറില്ല, ഒരവറേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ഇനി ആരെങ്കിലും ഇടയ്ക്കൊക്കെ വല്ല ലീവ് വന്നാലേ നമുക്ക് പോകേണ്ടി വരും. നിങ്ങളെല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത്? നന്നായിട്ട് വായിച്ച് പഠിക്കുക. ലാസ്റ്റിലാണ് നമ്മുടെ ഈ ഒരു പോർഷൻസ് ഒക്കെ തീരുള്ളൂ. അപ്പൊ അതിന് മുമ്പ് ഒരു എന്താ പറയാ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരും. എന്തായാലും എക്സാം അതിന്റെ ടൈം ടേബിളും മറ്റു കാര്യങ്ങളൊക്കെ തരും. ഓക്കെ, ഇത്രയും പെട്ടെന്ന് നിങ്ങളൊക്കെ ജോലിക്കാരായി കാണാനാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം.